ഹായ് ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ച നല്ലോണം കുളിച്ചൊരുങ്ങി മൊഞ്ചനായിട്ട് അങ്ങ് പോവാന്നുള്ളതിൽ നിന്നേന് ക്ലാസ്സിലേക്ക്. നിർഭാഗ്യവശാൽ ടൗണിലെത്തിയപ്പോഴാണ് ബസ് സമരമെന്നറിയുന്നത്. എന്ത് കാര്യത്തിനായും ബസ് സമരം എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ആരെല്ലോ ഏടെല്ലോ ഉള്ള ആരെയോ അടിച്ചതിന് എല്ലാ റൂട്ടിലും ബസ്സെല്ലാം പണി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ നാളെ തൊട്ട് അനിശ്ചിതകാലം പണി കൊടുക്കാൻ കഴിയുന്നത് ഈ പറയുന്ന സ്റ്റുഡൻസിൻ്റെ കൺസെഷൻ റേറ്റ് കൂട്ടണം എന്ന് പറയും. അവിടെ പൊന്നാരി ചങ്ങായിമാരെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ പറയുക, നിങ്ങൾ കേരളം വിട്ട് കഴിഞ്ഞാൽ KSRTC അതായത് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സ്റ്റുഡൻസിന് ഫ്രീയാണ്. പല സംസ്ഥാനങ്ങളിലും, തമിഴ്നാട്ടിലെല്ലാം ഈ സബ്വേ ട്രെയിൻസ് വരുന്നുണ്ട്. പബ്ലിക്കിന് ഉപകാരപ്പെടുന്നൊരു സംഗതി നമ്മളിവിടെ ഇല്ല. അത് ഇവിടെ ഇപ്പം പറയും അത് പിണറായി ഇതും ഭരിച്ചിട്ട്, അതൊന്നും പിണറായിക്ക് മുന്നേ കോൺഗ്രസ് അത് ഭരിച്ചിട്ടില്ലേ? മാറി മാറിയല്ലേ ഇത്രയും കാലം ഭരിച്ചത്. എന്തുണ്ടായി? പബ്ലിക്കിന് ഉപകാരമുള്ളൊരു സംഗതി നമ്മളെ കേരളത്തിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ അന്തം കമ്മി അല്ലാത്ത ആൾക്കാർ, അന്ധമായിട്ടുള്ള ഈ പറയുന്ന മറ്റേ തലക്ക് പിടിച്ച അല്ലാത്ത അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാക്കിയുള്ള സംസ്ഥാനത്തിലൊന്നും പോകും എന്നാലും ചോദിക്കും ആടത്തല്ലോ ആടെല്ലോ ജീവിത സാഹചര്യത്തിൽ ഭയങ്കര മോശം, അങ്ങനെ ഇങ്ങനെയാണ്. എന്ത് ജീവിത സാഹചര്യം മോശമാണെങ്കിലും ഓലയിൽ സംതൃപ്തരാ. അത് ഓല വ്യക്തിപരമായത് ഗവൺമെൻറ് ആക്കി തീർത്തല്ല. അത് ഓല ജീവിത സാഹചര്യം ഓലായിട്ടാക്കി തീർക്കുന്ന, ഒരിക്കൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു മെനക്കെട് റെഡിയാണെങ്കിൽ ഓരോ ജീവിത സാഹചര്യം മെച്ചപ്പെടും. എത്രയോ വലിയ വലിയ ആൾക്കാരില്ലേ അങ്ങനെ കണ്ട സ്ഥലത്തല്ലോ. പക്ഷെ ഇവിടെ നിന്നുള്ള ഇവിടെ സാക്ഷരത ഉണ്ട്, എല്ലാവരും ഭയങ്കര വലിയ വലിയ ആൾക്കാരാണ്. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ പോലും ഈ സ്റ്റുഡൻസിന് കൺസെഷൻ കൊടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഫ്രീ ആയിട്ട് കൊടുക്കൽ പോട്ടെ, അത് പിന്നെ അല്ലേ. ST ഇല്ല സ്റ്റുഡൻസിന് KSRTC. ST ഇല്ല സ്റ്റുഡൻസിന് KSRTC. ഗണേഷ് കുമാർ പിന്നെന്തോ അലക്കമല മന്ത്രിയായിരിക്കും ഭയങ്കര ഷോ ഓഫ് ഇറക്കുന്നുണ്ടല്ലോ. ഇപ്പം നാളെ തൊട്ട് ഇവർ പ്രൈവറ്റ് ബസ്സുകാർ സമരം നടത്തുന്നത്. ഇവിടെ എത്ര പ്രൈവറ്റ് ബസ്സുകാരുണ്ട്? ബാക്കിയുള്ള സംസ്ഥാനത്ത് പബ്ലിക്കിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളാണ് കൂടുതൽ. ഇവിടെ പ്രൈവറ്റ് സെക്ടേഴ്സ് ഈ പറയുന്ന ബസ് മുതലാളിമാർക്ക് തീറെഴുതി കൊടുത്തത് ഇവിടുത്തെ റോഡെല്ലാം, ഇവിടുത്തെ റൂട്ടുകൾ മൊത്തം. എന്നിട്ട് ഈ പറയുന്ന പത്രസമ്മേളനത്തിലും വന്നിട്ട് മന്ത്രി ഇങ്ങനെ വെറുതെ ഡയലോഗ് അടിച്ചിട്ട് യൂട്യൂബ് ചാനലിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ ഒരു മന്ത്രി. സത്യം പറയട്ടെ, വേസ്റ്റാട്ടാ, ശരിയായ വേസ്റ്റാണ്. ഒന്നും വിചാരിക്കണ്ട. പ്രതികരിക്കാൻ നമുക്ക് അവകാശം ഉണ്ട്, അവൻ തന്നെ പ്രതികരിക്കുന്നത്. നിങ്ങളെക്കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം പോകണ്ടേ? അതിലും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ പല റൂട്ടിലേക്കും, മെയിൻ റൂട്ട് ചെറിയ റൂട്ടാണ് പോട്ടെ എന്നൊക്കെ, പല റൂട്ടിലേക്കും ഈ പറയുന്ന സ്കൂൾ പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ റൂട്ടിലെത്തണമെങ്കിൽ ഈ KSRTC ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓൽക്ക് ആ റൂട്ടിലേക്ക് ബസ്സില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തെന്നാങ്ങൾ ഇവിടെ കൊണ്ടുവന്നേ 10 കൊല്ലം കൊണ്ട് എന്ത് വികസനം കൊണ്ടാണെന്ന് പറയുന്നത്. 10 കൊല്ലം പോട്ടെ, അതിന് മുന്നേ ഭരിച്ചോലുമല്ലോ. ഇത്രയും കാലങ്ങൾ കേരളം മാറി മാറി ഭരിച്ചിട്ട് ഇനി ജനങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടാന്നേ ഇലക്ഷൻ അടുപ്പിക്കുമ്പോൾ പെൻഷൻ കൂട്ടാം. ശരി, തട്ടിപ്പല്ലേ, ഭയങ്കരമായിട്ടുള്ളൊരു മോശം അനുഭവം. ഇന്ന് വ്ളോഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചത്. വ്ളോഗൊന്നല്ലേ. അതേപോലെ മുന്നേ ഇപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ കുറ്റാടിയിലൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആകെ ഒരൊറ്റ ബസ്സാണ് രാത്രി 8:30 അതായത് എനിക്കൊന്ന് 6 മണിക്ക് ശേഷം ഈ ഒരൊറ്റ ബസ്സായിട്ടുള്ളൂ വടകരയിലേക്ക് കുറ്റ്യാടിയിൽ. ആ ബസ് പെട്ടെന്ന് ഒരു ദിവസം സർവീസില്ല, ബസ് കേടായി എന്ന് പറഞ്ഞിട്ട് സർവീസില്ല. അടുത്തുള്ള തൊട്ടിൽപ്പാലം ഡിപ്പോന്നൊരു ബസ് വിടേണ്ട ഒരു ഉത്തരവാദിത്തം കാണിക്കേണ്ട പോലെ ഡിപ്പോയിലും മാറി മാറി വിളിച്ചിട്ട് ഒരു റിപ്ലൈ ഇല്ല. KSRTC നഷ്ടത്തിലാണ്. KSRTCനെ സ്വയം നഷ്ടത്തിലാക്കുന്നതാണ് ഈ പറയുന്ന പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരെ വളർത്താൻ വേണ്ടിയിട്ട്, ഓലിക്ക് കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് KSRTCൻ്റെ റൂട്ടെല്ലാം കുറച്ചിട്ട്, സ്വയം കുറച്ചിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ കീശയിലേക്ക് എത്തുന്നുണ്ടാവും.
ഇനി ഓരോ ടാക്സും പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതായിരിക്കും ലാഭം ഇരിക്കുന്നുണ്ടാവും. ഗവൺമെൻറ്റിന് എങ്ങനെയായാലും പൈസ കിട്ടിയാൽ മതിയല്ലോ, ജനങ്ങൾ നന്നായിക്കില്ലെങ്കിലും. ഭയങ്കര മോശം, എൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഇപ്പം നമ്മളിതൊക്കെ ഇറങ്ങി എന്നിട്ട് പോകാൻ കഴിയില്ല. ഇതല്ല അവസ്ഥ. ഇങ്ങനെ എത്ര ആൾക്കാരുണ്ട് ഇന്നിങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉള്ള ആൾക്കാർ ഇനി ബസ് സമരം കാരണവും മുടങ്ങിയ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പറയും KSRTC भाई എനിക്ക് बोल रूट KSRTC नहीं है, क्या हुआ, क्या करते हैं हम, നമ്മളെ റൂട്ടിൽ KSRTC नहीं है. അങ്ങനത്തെ പല റൂട്ടിലും സമയാസമയം KSRTC ഇല്ല. ഒരു ദിവസം ആ റൂട്ടിൽ ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഒരു ബസ് അല്ലെങ്കിൽ 2 ബസ്. ഇതെന്തെന്നാ, അത് പ്രധാനപ്പെട്ട റൂട്ടാണ്, അതാ ചിന്തിക്കണ്ടേ. എന്തെന്നാ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നത്? എന്നോട് ഒരു മെരുവരെയെന്ന്. ഇത് ശരിയാവില്ല, എന്തെങ്കിലും കാണിക്കും. നമ്മൾ ജനങ്ങളെ പൊട്ടന്മാരെല്ലാ കാലത്തും വോട്ട് കുത്ത, നിങ്ങൾ ജയിച്ചിട്ട് തോന്നുന്ന പോലെ ചെയ്യാം. ഇതായിട്ട് ശരിയെന്നാ.